വിദ്യാർത്ഥി യുവജന യൗവന കാലത്തിൽ വങ്കനാട്ടിലേക്ക് നോക്കൂ, വങ്കനാടിന്റെ ചുവപ്പറിയൂ എന്ന് 1000 വട്ടം മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും വന്ദേ മാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും ആനന്ദമഠം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും അതുപോലെ തന്നെ ജനഗണമന എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെയും വങ്കനാട് 1972 മുതൽ 77 വരെ സിദ്ധാർത്ഥ ശങ്കർ റേ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നാട്. അതുവരെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റുകളെ വല്ലാതെ നിഷ്കാസനം ചെയ്തെന്ന് അഭിമാനിച്ചിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ ഉണ്ടായിരുന്ന കാലത്ത് ബംഗാളിൽ ക്ഷാമമായിരുന്നു. അത് ശങ്കർ റേയുടെ കുഴപ്പം കൊണ്ട് മാത്രമായിരുന്നില്ല, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് 77 കാലഘട്ടത്തിൽ ബംഗാളിൽ ക്ഷാമമായിരുന്നു. അപ്പോഴാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ രാജകുടുംബം പോലുള്ള ഒരു മനുഷ്യൻ അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജ്യോതി കിരൺ ബസു. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരു കുടുംബ പശ്ചാത്തലമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അവിടെ നിന്നാണ് ജ്യോതി ബസു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ചിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ലോ എടുത്തു. ഇംഗ്ലണ്ടിൽ പോയി വളരെ വലിയ ഡിഗ്രികൾ എടുത്തിട്ട് വന്നു. അങ്ങനെ ജ്യോതി ബസു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതി വളരെ പ്രധാനപ്പെട്ട ജാതിയാണ്. അദ്ദേഹത്തിന് അവിടെ നമ്മുടെ ഇവിടെ ബ്രാഹ്മിൺസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്പൂതിരി, അതായത് നമ്മുടെ EMS ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുപോലെ ഒരു നമ്പൂതിരി ഇറങ്ങി കമ്മ്യൂണിസം പറയുന്നത് പോലെ അവിടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജ്യോതി ബസു അവിടെ ഇറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങി. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലരാത്രികളും അതുപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇറങ്ങി കമ്മ്യൂണിസം പറഞ്ഞപ്പോൾ, കായസ്ഥ സമുദായമാണ് കമ്മ്യൂണിസം പറഞ്ഞപ്പോൾ അതിൽ ജനങ്ങൾ വീണു. അങ്ങനെ ജ്യോതി ബസുവിനെ അവർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ തിരഞ്ഞെടുത്തു. ബംഗാൾ ചരിത്രത്തിൽ ആദ്യമായി ചുവന്നു. അങ്ങനെ ബംഗാൾ ചുവന്നതിന് ശേഷം 23 വർഷക്കാലമാണ് ബംഗാളിൽ ജ്യോതി ബസുവിന് ഭരിക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായി അന്ന് അദ്ദേഹം വാണു. 1977 മുതൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലം മുതൽ സിദ്ധാർത്ഥ ശങ്കർ റേയെ കിടത്തി 2000 വരെ തുടർച്ചയായി 23 വർഷം അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ, അതിനേക്കാൾ മഹാത്താനായ വലിയ രൂപത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ 2011 വരെ പഠിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എല്ലാ വീട്ടിലും ചെങ്കൊടിയായിരുന്നുവെങ്കിൽ പാർട്ടി ഒരു വശത്ത് സ്റ്റാലിനെ പോലെ റഷ്യയെ പോലെ ഒരു വശത്ത് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുക, പാർട്ടി ഓഫീസിൽ കൊണ്ടോട് ആലോചിച്ചുകൊണ്ട് മാത്രം കണ്ണൂരിലെ ചില ഗ്രാമങ്ങൾ പോലെ പാർട്ടി ഓഫീസോട്ട് ആലോചിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, കല്യാണം കഴിക്കാൻ പറ്റൂ. പല ലോക്കൽ കമ്മിറ്റികളും പ്രാദേശിക കമ്മിറ്റി ഓഫീസുകളുമാണ് പ്രമാണം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ദരിദ്രരായ ഒരു ജനത വീണ്ടും ജ്യോതി ബസുവിന്റെ കാലം കഴിയുന്നതോടുകൂടി, ജ്യോതി ബസുവിന്റെ കാലത്തും കുറച്ച് മെച്ചം വന്നെങ്കിലും അതെല്ലാം ബുദ്ധദേവിന്റെ കാലമാകുമ്പോൾ ആ മെച്ചമെല്ലാം ജ്യോതി ബസിന്റെ കാലത്തും വലിയ മെച്ചമൊന്നും ആയിരുന്നില്ല. അതങ്ങനെ പോയി. അങ്ങനെ വേറെ രക്ഷകനില്ലായിരുന്നു അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിന്ദൂറിലെ ടാറ്റ ഫാക്ടറിയുമായി ബന്ധപ്പെടുത്തി വലിയ കലാപമുണ്ടാകുന്നത്. ആ കലാപത്തോടനുബന്ധിച്ച് കലാപത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന നേതാവാണ് 2011 ഉയർന്നു വന്ന നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജി നേരിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഞാൻ ബംഗാളിൽ കൽക്കട്ടയിൽ സന്ദർശിച്ച സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ, കുഞ്ഞു സ്ത്രീ, പൊക്കം കുറഞ്ഞൊരു സ്ത്രീ, വണ്ണമില്ലാത്ത പൊക്കമില്ലാത്തൊരു ദീദി, ബംഗാളിന്റെ ദീദിയുടെ പ്രസംഗം, ബംഗാൾ കടുവ തന്നെയായിരുന്നു ദീദി. എന്തൊരു പ്രസംഗമാണ് അത് കേട്ടാൽ. ബംഗാൾ ഭാഷ അറിയാത്ത എനിക്ക് പോലും രോമാഞ്ചമുണ്ടായി. അപ്പോൾ ആ ഭാഷ അറിയാന്നുള്ള ജനങ്ങൾ എങ്ങനെയായിരിക്കും? ആ ദീദിയെ അവർ തെരഞ്ഞെടുത്തു. ദീദി ഇപ്പോൾ 2011 മുതൽ ഇപ്പോഴും തുടർച്ചയായി ദീദി കൊണ്ടുപോവുകയാണ് ബംഗാളിനെ. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ദീദിക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായമുണ്ട്, ബംഗാളിലെ മുസ്ലിങ്ങളുടെ വലിയ സഹായമുണ്ട്. പിന്നെ കുറെയെങ്കിലും വനിതയാണെങ്കിലും അവർ ക്രിമിനലിസത്തെ കൊണ്ടുപോകുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല, കൊടിമരങ്ങളില്ല. ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലയുയർത്താൻ കഴിയാത്ത രീതിയിൽ, അതുപോലെ തന്നെ കോൺഗ്രസിനെയും തലയുയർത്താൻ കഴിയാത്ത രീതിയിൽ ബംഗാളിനെ അടക്കി വാഴുകയായിരുന്നു ബംഗാളിന്റെ സ്വന്തം ദീദി. വങ്കനാടിന്റെ ദീദി അങ്ങനെ അടക്കി വാഴുമ്പോഴാണ് BJPയുടെ രംഗപ്രവേശം. BJP രംഗപ്രവേശം ചെയ്തിട്ട് കഴിഞ്ഞ 5 പ്രാവശ്യവും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താലും നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താലും BJPക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ BJPക്ക്
എന്താവും നഷ്ടമെന്ന് മാത്രമല്ല BJPക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിലെ കാര്യം പറയുന്നത് പോലെ ഒരു 30% വോട്ട് പിടിക്കാൻ BJPക്ക് അതേസമയം കഴിഞ്ഞിട്ടുണ്ട്. അത് 40% മറ്റും ആക്കി കഴിഞ്ഞാൽ BJPക്ക് അവിടെ വോട്ട് പിടിക്കാനും കഴിയും. ഇനി അവിടെ വരുന്ന പാർട്ടി BJP തന്നെയാണ്. കാരണം ത്രിപുരയിൽ BJP വന്നു. നൃപൻ ചക്രവർത്തി, ഇന്ത്യയിലെ ഏറ്റവും ആദർശശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ നൃപൻ ചക്രവർത്തി, സീനിയർ സിറ്റിസനായ വെറ്ററനായിട്ടുള്ള നൃപൻ ചക്രവർത്തിയെ മാറ്റിക്കൊണ്ടാണ് അവിടെ ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നത്. നിങ്ങൾക്കറിയാമോ, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നരേന്ദ്രമോദി BJP പ്രവർത്തകരെ, സംഘപരിവാറുകാരെ ആഹ്വാനം ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പ്രസംഗിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തന്റെ കൈവിരൽ നിന്ന് ചൂണ്ടിയത് ബംഗാളിലേക്കാണ്. ബംഗാളിലേക്ക് ചൂണ്ടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ബീഹാറിലൂടെ ഒഴുകുന്ന ഗംഗാ നദി ബംഗാളിലാണ് അവസാനിക്കുന്നത്. അടുത്ത നമ്മുടെ ലക്ഷ്യം ബംഗാളാണ്, അത് കഴിഞ്ഞാൽ കേരളമാണ് എന്ന് മോഡി പറയുന്നുണ്ട്. അപ്പോൾ ബംഗാളിനെ കൈകാര്യം ചെയ്യാൻ അമിത്ഷായ്ക്കാണ് പ്രത്യേക ചുമതല കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും മമതാ ബാനർജി കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിന് വലിയ ഒരു ഉത്തരം ബംഗാളികൾക്ക് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അവർ മോദിയെയും BJPയെയും സംഘപരിവാറിനെയും അവർ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെടുകയാണെങ്കിലും BJPക്ക് നേട്ടമാണ് വരുന്നത്. അവിടെ കേഡർമാരുടെ എണ്ണം എടുത്താലും പാർട്ടി കണക്കെടുത്താലും സീറ്റുകളുടെ എണ്ണം എടുത്താലും BJP കയറി തന്നെയാണ് വരുന്നത്. 18ഓളം പാർലമെന്റ് സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അസംബ്ലി സീറ്റിൽ അവരുണ്ട്, പഞ്ചായത്തിന്റെ സീറ്റുകളിലുണ്ട്, കോർപ്പറേഷൻ സീറ്റുകളിലുണ്ട്. അപ്പോൾ വളരെ വലിയ തോതിലാണ് BJP അവിടെ കടന്നു വരുന്നത്. മമതാ ബാനർജിക്ക് വയസ്സാകുന്നു. അവരുടെ കാലം, അവരുടെ പ്രഭവകാലം അല്ലെങ്കിൽ പ്രശസ്തിയുള്ള കാലം കുറഞ്ഞു വരികയാണ്. അവിടെ തീർച്ചയായിട്ടും കയറി വരുന്നത് BJP തന്നെയായിരിക്കും. BJP അസ്പൃശ്യമല്ല ബംഗാളിൽ എന്നുള്ളതാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നത്. 5 പ്രാവശ്യമായിട്ട് അവർ നഷ്ടപ്പെട്ടെങ്കിലും ഇനി അടുത്തത് അവരുടെ ചാൻസ് കൂടി ആയിരിക്കും. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. SIR പോലുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു. ബംഗാൾ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യത്തിന്റെയും കലയുടെയും ഭാഷയുടെയും ഒക്കെ ഈറ്റില്ലമാണ് ബംഗാൾ. അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ നാടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ബംഗാൾ ഭാഷയിൽ നിന്ന് ആയിരക്കണക്കിന് സത്യജിത്രയെ പോലുള്ള വലിയ വിശ്വം കണ്ടിട്ടുള്ള വലിയ സിനിമാകാരന്മാർ, സാഹിത്യകാരന്മാർ വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള നാടാണ് ബംഗാൾ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതി കിരൺ ബസുവിനെ പോലുള്ള ഒരു ആഠ്യത്വമുള്ള കുടുംബത്തിൽ ജനിച്ച, ബാക്കി ഞാൻ ആരെയും ജാതി പറയാനല്ല അങ്ങനെ പറഞ്ഞത്, അങ്ങനെപ്പെട്ട വളരെ കായസ്ഥ സമുദായത്തിൽപ്പെട്ട വളരെ വലിയ ആഠ്യത്വമുള്ള വിദേശ രാജ്യത്ത് പോയി പഠിച്ചു വയ്ക്കുന്ന ജ്യോതി ബസു കമ്മ്യൂണിസം പറയുന്ന കേട്ടപ്പോൾ, സോഷ്യലിസം പറയുന്ന കേട്ടപ്പോൾ അതിൽ ജനങ്ങൾ ഒരു പരിധിവരെ മയങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. പക്ഷെ ജ്യോതി ബസുവിന് 23 വർഷം കൊണ്ടുപോയെങ്കിലും അതിനെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. SUCI, ഇപ്പൊ നമ്മൾ സൂസി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കളിയാക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരമൊക്കെ ചെയ്ത SUCI ഉണ്ടല്ലോ, അവർ പ്രധാനപ്പെട്ട ശിവദാസ് കോച്ചിന്റെ നേതൃത്വത്തിൽ SUCI വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. നക്സലൈറ്റിനെ, സിദ്ധാർത്ഥ ശങ്കറിനെ നിരോധിച്ചെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തളർത്തിയെങ്കിലും വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് നക്സലൈറ്റും മാവോയിസ്റ്റും ഒക്കെ. പ്രത്യേകിച്ച് കിഴക്കൻ തീരങ്ങളിലും ബോർഡർ അതിർത്തി പ്രദേശങ്ങളിലും വളരെ വലിയ സ്വാധീനമുള്ളവരാണ് മാവോയിസ്റ്റുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ബംഗാളിൽ BJP തന്നെയാണ് മുന്നേറ്റം നയിക്കുന്നത്. അതിന് എത്ര കാലം മമതാ ബാനർജിക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും മമതാ ബാനർജിയുടെ തല്ലിനും മമതാ ബാനർജി ആരുടെയും പല്ലടിച്ചു കൊഴിക്കാൻ പ്രവർത്തകരോട് പറയുകയാണെങ്കിൽ പല്ലിന് പല്ല്, കല്ലിന് കല്ല്, നഖത്തിന് നഖം, ആളിന് ആള് എന്നുള്ള നിലയിൽ ബലാബലം നിൽക്കുന്ന ഏക പാർട്ടിയും ഇപ്പോൾ BJP തന്നെയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെ അവർക്ക് മല്ലടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കേരളത്തിൽ 77 കാലഘട്ടത്തിൽ ബംഗാളിൽ ക്ഷാമമുണ്ടായപ്പോൾ സിദ്ധാർത്ഥ ശങ്കറയുടെ ഭരണകാലത്തുണ്ടായ വലിയ ബുദ്ധിമുട്ട് കാരണം, അവിടെ ഉണ്ടായ ക്ഷാമം കാരണം, അതിന് 2 കാരണങ്ങളുണ്ട്. വരൾച്ചയുമുണ്ട്, വെള്ളപ്പൊക്കവുമുണ്ട്. രണ്ടും അടുത്തടുത്ത കാലങ്ങളിൽ വന്നതിനെ കൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ അവിടെ നിന്ന് പലായനം ചെയ്തു പോയി. അവിടെ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പലായനം ചെയ്ത അമ്മമാർ വയസ്സാകി മരിക്കുകയും ആ കുഞ്ഞുങ്ങളാണ് ഇന്ന് കേരളത്തിൽ വന്ന് പിന്നെ ബെറോട്ട അടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ജനത, ബംഗാളിന്റെ ഒരു ജനത വലിയ ത്യാഗം സഹിച്ചവരാണ്, രാഷ്ട്രീയ ത്യാഗം സഹിച്ചവരാണ്, എല്ലാം കണ്ടവരാണ്. അവർ രക്ഷകരെ തേടിയത് ജ്യോതി ബസുവിൽ കണ്ടു, ബുദ്ധദേവ് ഭട്ടാചാര്യയിൽ കണ്ടു, അവർ മമതാ ബാനർജിയിൽ കണ്ടു അവരുടെ രക്ഷകനെയും രക്ഷകയെയും. ഇനി അവർ അടുത്ത് കാണുന്ന
രക്ഷകൻ നരേന്ദ്രമോദിയാണോ അതോ അമിത്ഷായാണോ അതോ ബംഗാളിൽ നിന്നുള്ള BJP ആണോ എന്ന് കാലം തെളിയിക്കും.